വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം തന്നെ. ചൂളപോൽ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കുകയില്ല എന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുൾപ്പാട്. പ്രിയ ദേശവാസികളെ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളം ഇന്ന് അനീതിയും അക്രമവും മദ്യപാനത്താലും മയക്കുമരുന്നാലും നിറഞ്ഞു കവിഞ്ഞു. മനുഷ്യന് ദൈവഭയമില്ലാതെ ഏത് ക്രൂരകൃത്യവും ചെയ്യുവാൻ മടിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും അനീതിയും അക്രമവും കൊലപാതകങ്ങളും മാത്രം ശേഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. ഈ ലോകം അവരെ ഭോഷന്മാരെന്ന് എഴുതി തള്ളിയാലും ദൈവത്തിന്റെ വചനം പ്രമാണിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ഞങ്ങളുടെ സമസൃഷ്ടങ്ങളായ സഹോദരങ്ങളോട് ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും വിളിച്ചു പറയുന്നവരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ. പ്രിയമുള്ളവരെ, ആകയാൽ കാലമിനിയും അധികം നാളില്ല. ലോക സംഭവങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ വളരെ വ്യക്തമായി വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. പ്രിയമുള്ളവരെ, ഒന്നിനു പുറകെ ഒന്നായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കർത്താവിന്റെ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ ലോകത്തിലുണ്ടാകും. എത്രയോ സത്യമാണ് പ്രിയമുള്ളവരെ. ഇറാനും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വർഷം ഒന്ന് പിന്നിട്ടു. എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് പെട്ടെന്ന് ഈ ലോകം വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാതി ജാതിയോട് അടിക്കുകയാണ്, രാജ്യം രാജ്യത്തോട് എതിർക്കുകയാണ്. യുദ്ധ ഭീഷണി ഓരോ ദിവസവും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. ആരും പിന്മാറിക്കൊടുക്കുവാൻ തയ്യാറല്ല. ഇറാൻ പറയുന്നു ഞാൻ അണുവായുധം വിടും. ഇസ്രായേൽ പറഞ്ഞു നിങ്ങളിട്ടാൽ ഞങ്ങൾ വിടും. ഒന്നിനു പുറകെ ഒന്നായി എല്ലാ ലോകരാജ്യങ്ങളും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു അന്ത്യകാലമാകുന്നു. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? മുഴു ലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവ് എന്നിലും നിങ്ങളിലും ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന സകല മനുഷ്യരിലുമുണ്ട്. ആ മനുഷ്യന്റെ ദേഹവും ദേഹിയും നഷ്ടപ്പെട്ടു പോകും. ആത്മാവ് ഒരു നാൾ നശിക്കുകയില്ല. ഈ ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഈ കോട്ടയം പട്ടണത്തിന്റെ വിലമതിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ മുഴുവൻ ലോകത്തിന്റെ വിലമതിക്കാൻ നമുക്കാവുമോ? ഇല്ലായകയാൽ പ്രിയമുള്ള സഹോദര, നിന്റെ ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ആകയാൽ എക്കാലത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വാദിക്കുകയില്ല. ദൈവം നിങ്ങളെ സ്നേഹവാനായ ദൈവമായതുകൊണ്ട് ഇങ്ങനെയുള്ള സദ്വർത്തമാനം, ഈ സമാധാനത്തിന്റെ സന്ദേശം കേൾപ്പാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സകല വാർത്താ മാധ്യമങ്ങളിലൂടെയും എല്ലാ ചാനലുകളിലൂടെയും ഈ ദൈവത്തിന്റെ വചനം, ഈ സദ്വർത്തമാനം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാകുന്നു.
എന്താണ് അത് വിളിച്ചറിയിക്കുന്നത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടണം, അപ്പോൾ അവസാനം വരുമെന്നാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യം കൂടെ വീണ്ടും നിങ്ങൾക്ക് ഈ ദേശത്ത് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, ഇത് വിളിച്ചു പറയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഇത് കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഇത് പ്രമാണിക്കുന്നവർ അവരും ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യപദവിയിലേക്ക് ഞങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും ഞങ്ങളുടെ മാംസത്തിൽ നിന്ന് മാംസവുമായ ഞങ്ങളുടെ സഹോദരങ്ങളായ നിങ്ങളും വരണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിലെ ഏറെക്കുറെ 7 ജില്ലകളിൽ ഈ പ്രവർത്തനം ചെയ്തു വരുന്നത്. പ്രിയ ദേശവാസിയെ, ഞങ്ങൾക്ക് ജോലിയില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് സമയം മിച്ചം വെക്കാനില്ലാഞ്ഞിട്ടല്ല, എങ്കിലും ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും കേൾക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. മറ്റു ചില പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ലഹരി വിരുദ്ധ ക്യാമ്പുകളും കൗൺസിലിങ്ങുകളും ഞങ്ങൾ നടത്തപ്പെടുന്നു. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസിന്റെ ഓഫീസർമാരും വിദഗ്ധ ഡോക്ടർമാരും ഒക്കെ ലഹരിക്ക് അടിമകളായി, ഇന്റർനെറ്റിന് അടിമകളായി, മദ്യപാനത്തിന് അടിമയായി മനുഷ്യന്റെ കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആരെങ്കിലും അതിൽ നിന്ന് ഒരു രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ കടന്നു ചെന്നാൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി താമസ സൗകര്യം, ഭക്ഷണം ക്രമീകരിച്ച് നിങ്ങൾക്ക് നല്ല സദ്വർത്തമാനം, നല്ല സന്ദേശങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും കെട്ടിപ്പണിയുവാനിടയാകും. അങ്ങനെ നിങ്ങളെ ശ്രമിക്കുന്നവർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ആകയാൽ നിങ്ങൾ നശിച്ചു പോകരുത്. നിങ്ങളുടെ ആത്മാവിന്റെ വില ഈ ലോകത്തേക്കാൾ വലുതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആകയാൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ദൈവത്തെ ഭയപ്പെടണമെന്നും ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയുള്ള ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ദേശത്തെമ്പാടും ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു അന്ത്യകാലത്തിലാകുന്നു നാം ജീവിക്കുന്നത്. നാളെ എന്ന് പറഞ്ഞ ഒരു സമയം ഒരിക്കലും നമുക്ക് ലഭിച്ചുവെന്ന് ധൈര്യമായി പറയുവാൻ ആർക്കും കഴിയുകയില്ല. എന്താണ് അതിന്റെ കാരണം? മരണം ഏത് നിമിഷവും നമ്മളെ കടന്നു പിടിക്കും. നമുക്കറിയാമല്ലോ, 2019 നടന്ന ആ കൊറോണ എന്ന ഒരു മഹാവ്യാധി, ലോകത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൊറോണ വ്യാധി പിടിച്ച് മരണം വഴിയായി ലോകം വിട്ട് കടന്നുപോയത്. അനേക സമ്പന്ന രാജ്യങ്ങളിൽ തെരുവുകളിൽ, റോഡുകളിൽ പോലും മുട്ടുകുത്തി ദൈവമേ എന്ന് വിളിച്ച സംഭവങ്ങൾ നമുക്ക് മറക്കാനാവുന്നതല്ല. പണം കൊണ്ടോ പദവി കൊണ്ടോ ഫസ്റ്റ് ക്ലാസ് കൊണ്ടോ ആർക്കും മരണത്തെ നിയന്ത്രിക്കുവാനാവുകയില്ല. നമ്മുടെയൊക്കെയും ജീവൻ തന്ന ദൈവം അത് തിരിച്ചു വിളിക്കുമ്പോൾ നാം പോയേ മതിയാകും. ആകയാൽ നാളെ എന്ന് പറയുന്ന ഒരു സമയം നമുക്ക് ഒരിക്കലും ലഭിച്ചു എന്ന് വരികയില്ല. ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ച് നന്നും നല്ലവരും വിശ്വസ്തര് ദാസനേ എന്നുള്ള വിളി കേൾപ്പാൻ തക്കവണ്ണം ഈ ദേശത്തു നിന്നും ഒരു കൂട്ടം ആത്മാക്കൾ വിടുവിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ദേശവാസിയെ, നിങ്ങൾ എത്ര വലിയ തിരക്കിട്ട ജോലികൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നാലും, മൊബൈൽ കണ്ടും TV കണ്ടും മറ്റേതെങ്കിലും തിരക്കുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ തിരുവചനങ്ങൾ നിങ്ങൾ ശ്രമിക്കണം. നാളെ ഒരുപക്ഷെ നമുക്കിത് കേട്ടു എന്ന് പറയുവാൻ കഴിയുകയില്ല. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള സന്ദേശം പറയുന്ന ഞങ്ങൾ ഇവിടെ കണ്ടെന്ന് വരികയില്ല. ആകയാൽ ഏതു നേരത്തും സംഭവിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ മരണം, 2 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ആകയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ നിങ്ങൾ കാണപ്പെടണം.
അതാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ല, നിങ്ങൾ ഇതിനെ തിരസ്കരിച്ച് നിങ്ങൾ തള്ളിക്കളഞ്ഞ് ഇതുവരെ ഉപദേശി പ്രസംഗം പോലെ നിങ്ങൾ കേട്ട് തള്ളിക്കളഞ്ഞാൽ ഒരു നാൾ നിങ്ങൾ ഓർത്ത് വിലപിക്കേണ്ട ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. ആകയാൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ദേശവാസിയെ, അല്പം ചില മിനിറ്റുകൾ നമുക്ക് ഒരു ലഘു സന്ദേശം കേൾക്കാം. അതിനുശേഷം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വീണ്ടും അല്പസമയം ശ്രമിച്ച് ഞങ്ങൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ലഘു സന്ദേശ കേൾവിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു.